ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വഭാവക്കേടുകൾ കണ്ടിട്ട് വെറുത്ത് ജീവിക്കുന്നോളല്ല. ഇന്ന് അങ്ങനെ ഉണ്ട് ചില ഭാര്യമാര്. മൂപ്പര് അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാനും അങ്ങനെയാ, മൂപ്പര് ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാനും അങ്ങനെയാ. അല്ല, ജീവിതത്തിൽ ഭർത്താവിൻ്റെ കോലത്തിലും അള്ളാഹ് പരീക്ഷിക്കും, ഭാര്യൻ്റെ കോലത്തിലും പടച്ചോൻ പരീക്ഷിക്കും, മക്കളെ രീതിയിലും പടച്ചോൻ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുമ്പോഴേക്കും നമ്മക്കേ അതുള്ളൂ എന്ന് ചിന്തിക്കരുത്. അതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദുനിയാവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ പടച്ചോൻ പലതും തരും, പല പരീക്ഷണങ്ങളും അള്ളാഹു തരും. ആ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ ത്യാഗം, സമാധാനം എന്താണെന്നറിയോ? എനിക്കെൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരമുണ്ടല്ലോ എന്നുള്ള ചിന്തയാ. അല്ലാതെ ഭർത്താവിൻ്റെ സ്വഭാവക്കേടുകൊണ്ടും മക്കളെ സ്വഭാവക്കേടുകൊണ്ടും കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പരീക്ഷണങ്ങളെ കൊണ്ടും ചെറിയ അസ്വസ്ഥതകളും സൂക്കേടുകൾ ഉണ്ടാകുമ്പോഴേക്കും എനിക്കേ പടച്ചോൻ ഇതൊക്കെ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കണ്ട. മറിച്ച് ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം തഖ്വയോടുകൂടി സ്വന്തം കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നവരെയാണ് അള്ളാഹു ഉത്തമയായ കുടുംബസ്ത്രീ, ഉത്തമയായ ഭാര്യ എന്നടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ തിരുദൂതനെ പറ്റിയിട്ട് പറയുന്നില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്കിരുന്ന് കരയുക. അത് കണ്ടപ്പം പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉമ്മാങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹിൻ്റെ മരണാണോ? ആയിഷ ബീവി പറഞ്ഞു, അല്ല, പിന്നെ എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറയുന്നുണ്ട്, വയറ് നിറച്ചിൻ്റെ റസൂലിന് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. പലപ്പോഴും ഒരു കാരക്ക കൈമ കിട്ടുമ്പം അതിൻ്റെ മൂന്നിലൊന്നായി ചീന്തിയെടുത്ത് ഒന്ന് റസൂലുള്ളാഹിക്കും ഒന്ന് ഹസൻ ഹുസൈൻ എന്ന പ്രവാചകന്റെ പേരക്കുട്ടികൾക്കും ഒന്ന് ആയിഷ ബീവിയും കഴിച്ച ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട്. വയറ് നിറച്ച് എൻ്റെ ഹബീബിന് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഒന്നും മനസ്സമാധാനത്തോടെ ഭർത്താവിൻ്റെ അരികിലിരുന്ന് ഒരു ഭക്ഷണം വാരിക്കൊടുക്കുക അല്ലെങ്കിൽ എടുത്തു കൊടുത്ത് ഒരു 5 മിനിറ്റ് മനസ്സമാധാനത്തോടെ അയാളെ നോക്കിയിരിക്കുന്ന നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് ദിവസം ഇക്കഴിഞ്ഞ ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഭർത്താവിൻ്റെ അരികിൽ നമ്മളൊന്ന് ഇരുന്ന് അയാളെ വേദനയെപ്പറ്റി ചോദിച്ച്, ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയാറുള്ളത്, ഏതാണുങ്ങൾക്കും സങ്കടങ്ങളുണ്ട്, ഏതാണുങ്ങൾക്കും 5 ഉറുപ്യ ഉണ്ടാക്കാനുള്ള വെപ്രാളമുണ്ട്. നാട്ടിൽ കൈക്കോട്ടെത്താൻ പോകുന്നവന് ചൂടും വെയിലും ഉണ്ട്, എന്നാൽ എസിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നവന് കച്ചവടം നടക്കാത്തതിൻ്റെ അകവും പുറവും ബേജാറുണ്ട്. ഏതാണിനും അവൻ്റെ നെഞ്ചരിച്ചിലോടുകൂടെയാ 5 ഉറുപ്യ കൈമ കിട്ടുന്നത്. ഒരാണൊരു ഉറുപ്യ ഉണ്ടാക്കുന്നത് ഓൻ ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നേ. ജീവിതത്തിൽ ഒരിക്കലും ഓനൊരു പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല, ഒരു ഭാര്യമാർക്കും സ്ഥാനം കൊടുക്കൂല. എന്നിട്ടും പകലന്തിയോളം മേലും കൈയും വേദനയായിട്ടും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി കിട്ടാവുന്നത് സ്വരൂക്കുട്ടി വെക്കുമ്പം ഒരാണിനൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ, ഉമ്മാരെങ്ങൾ പട്ടിണി കിടക്കല്ലെന്ന്, നിങ്ങൾ മനസ്സമാധാനത്തിൽ ജീവിക്കണം എന്ന്, നിങ്ങളെ കുടുംബക്കാരുടെയിലും ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ഇടയിലും നിങ്ങൾ നാണം കെടരുതെന്ന്, നിങ്ങളും മക്കളും സമാധാനത്തിൽ തിന്ന് ജീവിക്കണം എന്ന്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ കണ്ണീരോടെ പറഞ്ഞതും, എൻ്റെ റസൂലുള്ളാഹിക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഏത് അവസരത്തിലും ചേർന്ന് നിൽക്കുന്നവളാ, ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് നിൽക്കുന്നവളാ, അയാളുടെ വേദനകൾ ഒരൊറ്റ ഹസ്തദാനം കൊണ്ട് തിരിച്ചറിയുന്നവളാ. ഹിറാ ഗുഹയിൽ നിന്നും ജിബ്രീലിനെ കണ്ട് പേടിച്ചരണ്ടു വന്നപ്പോൾ ഒരക്ഷരം തർക്കുത്തരം പറയാതെ റസൂലുള്ളാഹിനെ പിടിച്ച് മടിക്കിടത്തുന്ന നമ്മളെ ഉമ്മാൻ്റെ ഒരു ചരിത്രമല്ലേ, അതാഗ്രഹിക്കുന്നുണ്ട് ഉമ്മാരെ എല്ലാ ഭർത്താക്കന്മാരും. ഒരല്പം ആശ്വാസം, ഒരല്പം സമാധാനം. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും സമ്പാദിക്കാനുള്ള വെപ്രാളപ്പെടലുകളും ഇതൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും ചേർന്ന് നിൽക്കുന്ന, അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും, അള്ളാഹുവിന് പുറമെ ആരോടെങ്കിലും പടച്ചോൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താക്കന്മാരെ മുൻപിൽ സുജൂദ് ചെയ്യാൻ പടച്ചോൻ കൽപ്പിക്കുകയായിരുന്നു. അതിൻ്റെ വലുപ്പവും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ഒരു പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന വാക്കുകളാണിതൊക്കെ. സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ, നിങ്ങളെ കാലിൻ്റെ ചുവട്ടിൽ പോലും പടച്ചോൻ സ്വർഗം പടയ്ക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ സഹനം, നിങ്ങളുടെ ചേർന്ന് നിൽക്കൽ. ഒരു പെണ്ണായിട്ടും ഒരു ഭാര്യയായിട്ടും നമ്മളെ ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും നമ്മളേന്നത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കുറേ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും പടച്ചോൻ്റെ അടുത്ത് സ്വർഗം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണ്ട കേട്ടോ. ആ നിസ്കാരവും നോമ്പും ഒക്കെ ചെയ്തവരോട് എന്നെ അല്ലാഹു തആല പറഞ്ഞതും, സ്വന്തം ഭർത്താവിനോട് കടമ നിർവഹിക്കാത്ത ഒരു ഭാര്യക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സ്ഥാനം കൊടുക്കൂല. ആ ഭർത്താവിൻ്റെ മനമറിയാൻ,
അയാൾ ഒരു നിമിഷമെങ്കിലും സങ്കടം കൊണ്ട്, അയാൾ ഒരു സെക്കൻഡെങ്കിലും വിശപ്പ് കൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം പോലും ഭാര്യമാരെടുത്തേക്ക് വരുന്ന, ഞാൻ എൻ്റെ ജീവിതത്തിൽ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിനോട് ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് വെള്ളം വേണോ? ആ വേണം, എന്തെങ്കിലും കിട്ടിയാൽ കുടിക്കാന്നറിയും. പിന്നെ ഇരിക്കുന്ന ഇരിപ്പന്നെയായിരിക്കും, വെള്ളം വരലുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പറയാം, അങ്ങക്ക് വെള്ളം വേണ്ടിയിരുന്നില്ല, ഞാൻ മക്കളെ തിരക്കിലായിപ്പോയി. ഇതാ ഇന്നത്തെ സ്വഭാവം. മക്കള് അതിൻ്റെ ഇടക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾ വന്ന ഉമ്മ സ്നേഹിക്കുന്നത് മക്കളെ, മക്കൾക്ക് വേണ്ടി. വാപ്പ സ്നേഹിക്കുന്നത് മക്കളെ, ഭാര്യനെ മറന്നു. ഇത് ഭർത്താക്കന്മാരോട് പറയേണ്ടി വേറെണ്ട് കേട്ടോ, അത് ഇൻഷാ അല്ലാ പിന്നെ പറയാ. ഇതിപ്പം പെണ്ണുങ്ങൾ മാത്രമായതുകൊണ്ടാ. അതിൻ്റെ ഇടക്ക് മക്കൾ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടക്ക് നിങ്ങൾ വിട്ടുപോയി. ഏതായാലും നിങ്ങൾ വന്നിട്ടല്ലോ, നിങ്ങളൊന്ന് മേക്കയിക്കാളി, ഞാൻ അപ്പോഴേക്ക് ചായ വരാമെന്നറിയും. ഇയാൾ മേലൊക്കൊന്ന് കേൾക്കൊന്ന് ഫ്രഷായി ഒരു ചായ കുടിക്കാൻ വന്നിരിക്കുമ്പോൾ പറയും, ഇപ്പം നിങ്ങൾ ചായ കുടിച്ചാൽ നിങ്ങൾ ചോറൊന്നുമില്ല, വേഗം നമുക്ക് ചോറെടുക്കാം എന്ന് പറഞ്ഞാൽ, വന്നത് 5:45 കിട്ടുന്ന വെള്ളം 8:45 ചോറ് തന്നെയായിരിക്കും. ഈ കോലത്തിലാകുന്ന ഒരു കുടുംബ സംവിധാനമല്ല. ഇനി അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കില്ലേ, ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും രാത്രി അയാളിൽ നിന്ന് നിങ്ങൾ മാറിക്കിടക്കെങ്കിലും ചെയ്താൽ ആ പെണ്ണിന് പടച്ചോന്റെ ശാപമുണ്ട്, അള്ളാഹുവിൻ്റെ വെറുപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലിനെ പറ്റിയിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കില്ലേ, ഈ സദസ്സിൽ പറയാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ബനു ഇസ്രായേലിലെ പല ആണുങ്ങളും കുടുംബത്തെ വെറുത്തത് ഭാര്യമാരുടെ ശരീരം മണത്തതുകൊണ്ടാ. ഒരു ഭർത്താവിനെ ശരീരത്തിന്റെ മണം കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തിയാൽ പോലും കുറ്റ. അവർ പരപുരുഷികളെ തേടിപ്പോയതും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതും അന്യ സ്ത്രീകളെ തേടിപ്പോയതും ഭാര്യമാരുടെ വൃത്തിഹീനത കൊണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, ഒരാളെ മുൻപ് പറയാൻ പറ്റാത്തതുകൊണ്ട്, അത് പെണ്ണുങ്ങൾ മാത്രമായതുകൊണ്ട് പറയാ. ഒരു യാത്ര കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വിവരം അറിയിക്കണം, ഒറ്റയടിക്ക് വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. സഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലേ? അവളൊന്ന് ഒരുങ്ങട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ, നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഓരോ കുടുംബത്തിലും ഇത് രണ്ടു ഭാഗവും സംഭവിക്കാറുണ്ട് കേട്ടോ. ഈ ഒന്ന് മേക്കൈ വന്നു പറഞ്ഞാൽ നാട്ടപ്പാതിരിക്കോന്നോളും ചോദിക്കും, നിങ്ങളൊന്ന് മേക്കൈ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രാവിലത്തെ കുളിച്ചിട്ട് പോകാനുള്ള എന്ന് മുപ്പരും പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. രണ്ടു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരുപാട് രാവുകൾ, രാത്രികൾ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു ഭാര്യ കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. സമയത്തിൻ്റെ പരിമിതിയുള്ളത് കൊണ്ട് ഒരു നല്ല ഭാര്യ എങ്ങനെയാവണം എന്നതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നാളെ പടച്ച റബ്ബിൻ്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഭർത്താവ് പറയണം, റബ്ബേ അവളിൻ്റെ ഒരു അഭിമാനമായിരുന്നു എന്ന്. ഞാനില്ലെങ്കിലും എൻ്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പ്രാപ്തിയുണ്ട് റബ്ബേ എന്നൊരു ഭർത്താവിന് സമാധാനമുണ്ടെങ്കിൽ, ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളാഹുവിൻ്റെ കാവലും റബ്ബിൻ്റെ പിന്തുണയും സ്വർഗീയ കവാടങ്ങളും തുറന്ന് ആ ഉമ്മയെ, ആ ഭാര്യയെ, ആ മാതാവിനെ അള്ളാഹു തആല കാത്തിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായി റബ്ബിൻ്റെ സ്വർഗ കവാടം തുറന്നു വെച്ചുകൊണ്ട്, അതുകൊണ്ടൊരു നല്ല ഭാര്യയാവാൻ മാതാപിതാക്കളോട്, മക്കളോട്, ഭർത്താക്കന്മാരോട് നമ്മൾ ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഭർത്താവ് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വരുന്നത് മക്കളോടാ. ഒരു മക്കൾക്കൊരു നല്ല ഉമ്മയാവുക എന്നുള്ളത് ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന വലിയൊരു പദവിയാണ്. എല്ലാ അമ്മമാർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഉമ്മയാവാൻ പറ്റും, നല്ലൊരു ഉമ്മയാവാൻ, സ്വാലിഹായൊരു ഉമ്മയാവാൻ പടച്ച റബ്ബിൻ്റെ തൗഫീഖോടുകൂടി, പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകാൻ എൻ്റെ ഉമ്മമാർക്ക് സാധിക്കണം. പല മക്കളും പടച്ചവനോട് പറയുന്നൊരു പരാതി ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് എൻ്റെ ഭാര്യനോട് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്, നിങ്ങളോടും പറയാ. നമ്മളെ മക്കൾക്കൊന്നും ആയില്ല, എൻ്റെ മക്കൾക്കൊന്നും നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ, ഇതാണല്ലോ എൻ്റെ നിങ്ങളെയും പ്രാർത്ഥന. എൻ്റെ മക്കളെങ്ങി യത്തീമക്കളാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ നിസ്കാരന്മാർക്ക് ഉണ്ടാവൂല. ആ പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് മക്കൾ നാളെ പടച്ചോനോട് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബേ എനിക്ക് ഈ തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ റബ്ബേ, ഈ ഉമ്മൻ്റെ മക്കളാവേണ്ടി വന്നതാ. അള്ളാനെ ഭയപ്പെടുന്ന, പരലോക സ്വർഗത്തിലേക്ക് എന്നെ കൈപിടിക്കുന്ന ഒരു നല്ല ഉമ്മാനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂലായിരുന്നല്ലോ റബ്ബേ എന്ന് മക്കൾ പരാതി പറയുന്ന ഒരു രംഗം വരാനുണ്ട്. ആ രംഗത്തെപ്പറ്റി അല്ലാഹു തആല കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. നാളെ പരലോകത്തേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹിശറയിൽ നിൽക്കുമ്പം അള്ളാഹുവിൻ്റെ കോടതിയിൽ പരാതിയുമായി നിങ്ങളെ മക്കൾ ഹാജരാകും. ആ മക്കൾ റബ്ബിനോട് പറയും, നാഥാ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം ഈ മാതാവിൻ്റെ, ഈ ഉമ്മയുടെ മക്കളാവേണ്ടി വന്നതാ, ഈ പിതാവിൻ്റെ മക്കളാകേണ്ടി വന്നതാ റബ്ബേ. അതുകൊണ്ട് നാഥാ, റബ്ബിൻ്റെ സ്വർഗത്തെപ്പറ്റി പരിചയപ്പെടുത്തുകയും ഞങ്ങൾക്കൊരു നല്ല മാതാവാകുകയും ചെയ്യാത്ത ഈ മാതാപിതാക്കളെ,
എന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹ്ത അഖ്ദാമിന, ചവിട്ടി അരക്കായിരുന്നു റബ്ബേ എന്ന് മക്കള് അള്ളാഹുവിന്റെ മുൻപിൽ പരാതി പറയുന്ന ഒരു രംഗത്തെ പറ്റി പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മക്കൾക്ക് ദുനിയാവിൽ വിദ്യാഭ്യാസമില്ല, മക്കൾക്ക് നല്ലൊരു ജീവിതമില്ല, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ സങ്കടപ്പെടുന്നതിന്റെ മുൻപ് നാളെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ അള്ളാന്റെ അരികിലേക്ക് മടങ്ങുമ്പം എൻ്റെ മക്കൾ എൻ്റെ തലക്കരികിൽ വന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പ്രാപ്തരാണെന്നും എൻ്റെ മക്കൾ എനിക്ക് മയ്യത്ത് നമസ്കരിക്കുമ്പം ഒരക്ഷരത്തെറ്റുമില്ലാതെ അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു, ഈ ഉമ്മയാണ് റബ്ബേ എൻ്റെ മാതാവ്, ഈ ഉമ്മാക്ക് ഇങ്ങി കവാടം തുറക്കണേ റബ്ബേ, ഈ ഉമ്മാക്ക് ദുനിയാവിനേക്കാൾ നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ, ഈ ദുനിയാവിലുള്ളതിനേക്കാളും നല്ല വീട് കൊടുക്കണേ റബ്ബേ, സർവ്വ പാപങ്ങളും മഞ്ഞു കണങ്ങൾ കണക്കെ ഉരുക്കി കളയണേ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മക്കളോട്, മാതാക്കളെ, ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കണ്ടു തീർക്കുന്ന മൊബൈൽ ഫോണുകളിലെ, യൂട്യൂബുകളിലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചരിത്രങ്ങളിലെ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് ഉമ്മാന്റെ ഭക്ഷണ രംഗത്തുള്ള വൈവിധ്യങ്ങൾ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് മാത്രമല്ല ജീവിതം. തുന്നിയും അല്ലാതെയും മറ്റേതെങ്കിലും സമയം പോക്കുന്ന സമയക്കൊല്ലികൾ ചെയ്തും എൻ്റെ സമയം പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല നല്ല മാതാക്കള്. സ്വന്തം മക്കൾക്ക് മുൻപിൽ ആർജവത്തോടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, എൻ്റെ കഴുത്ത്, എൻ്റെ മാറിടങ്ങൾ, എൻ്റെ കണങ്കാലിന്റെ ഭാഗങ്ങൾ പോലും എൻ്റെ ഭർത്താവ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന, വസ്ത്രത്തിൽ, സ്വഭാവത്തിൽ മുതിർന്നവരോട്, കുടുംബത്തോട് മര്യാദയോടെ, മാന്യതയോടെ പെരുമാറുന്ന ഉമ്മയെ കണ്ടു പഠിക്കുന്ന മക്കളാവാൻ എൻ്റെ വീട്ടിലെ മക്കൾക്ക് സാധിക്കണം എന്ന് ചിന്തിക്കുന്ന മാതാക്കളാവണം. എൻ്റെ മക്കൾക്ക് ഞാനാണ് മാതൃക, എൻ്റെ കുടുംബത്തെ എനിക്ക് സ്വർഗത്തിലെത്തിക്കണം. അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരായത്തോതുന്ന മദീന പള്ളിയിൽ എന്നും സഹാബാക്കൾ കരയും, സഹാബ പെൺമക്കൾ പൊട്ടിക്കരയും. ആ ആയത്തിന്റെ പേരിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് അവർ സംസാരിക്കും. ഏതായിരുന്നു ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്നുവരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവരെ, ഇന്നുവരെ ഒരു മക്കബറ മൂടാത്തവരെ, ഇന്നുവരെ ഒരു പരപുരുഷനെ നോക്കാത്തവരെ, ഒരു അന്യ പുരുഷന്റെ മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കാത്തവരെ, അള്ളാന്റെ കലാം ഓതി തീർക്കുന്നവരെ, പടച്ച റബ്ബിന്റെ കാബാലയം കണ്ടവരെ, ഉംറയായിട്ടും ഹജ്ജായിട്ടും നാഥന്റെ വിളിക്കുത്തരം ചെയ്തവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ മാത്രം നന്നായാൽ പോരാ. ഞാൻ ഖുർആൻ ഓതും, മക്കളെ കിട്ടാറില്ല. ഞാൻ നോമ്പ് നോൽക്കും, മക്കളെ കിട്ടാറില്ല. ഞാൻ സലഫി പർദ്ദയും മസ്തയും ധരിക്കും, മക്കൾ അര മുതൽ തീർന്ന ചുരിദാറുകൾ. ആരെയോ ഭയപ്പെട്ടതുപോലെ നാലാണുങ്ങളെ കാണുമ്പോഴേക്കും പാറിപ്പറക്കുന്ന തന്റെ ചുരിദാറുകൾ പിടിച്ചു താത്താൻ മക്കളെ കണ്ണിട്ട് ഭയപ്പെടുത്തുന്ന ഉമ്മമാരല്ല. മക്കളെ, വീട്ടിന്റെ പടിയിറങ്ങുമ്പം നിങ്ങൾക്ക് ജീവിതം തരാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന വാപ്പാനെ അള്ളാന്റെ മുൻപിൽ നിങ്ങൾ കുറ്റവാളികളാക്കരുത്. നിങ്ങൾക്ക് വേണ്ടി വയറുകാഞ്ഞ് 9 മാസം ഗർഭം ധരിച്ച് 2 കൊല്ലം വലയൂട്ടി വേദനമേൽ വേദന, വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് നിങ്ങളെ ആളിന്റെ കോലത്തിലാക്കിയ ഈ ഉമ്മാനെ അള്ളാന്റെ മുൻപിൽ മക്കളെ നിങ്ങൾ കുറ്റവാളികളാക്കരുത്. അതുകൊണ്ട് വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. എൻ്റെ മക്കൾ നമസ്കരിക്കണം, എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണം. നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഉമ്മ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് എൻ്റെ മക്കൾ പറന്നു നീങ്ങുന്നത് കാണാൻ കെൽപ്പില്ലാത്ത ഉമ്മയാണ് മക്കളെ എന്ന് ചിന്തിച്ച് മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ ബോധം മക്കളിലേക്ക് എത്തിക്കാൻ ഓരോ മാതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. അവിടെ ദുനിയാവിന്റെ സങ്കടം നമ്മളെ ബാധിക്കാൻ പാടില്ല. ഏതൊക്കെ ഉറങ്ങിപ്പോയാലും ഞാൻ പറയാറുണ്ട്, ചിലപ്പം ക്ഷീണം കൊണ്ട് മക്കൾ ഉറങ്ങിപ്പോയി എന്ന് വരും. പക്ഷെ ആ മക്കൾക്കൊക്കെ അനുവാദം കൊടുക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓള് കുറെ ക്ഷീണിച്ചുറങ്ങിപ്പോയതാ, ഇശാ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന അമ്മാരല്ല. അതൊക്കെയാ പല കുടുംബത്തിലും ഇപ്പൊ സംഭവിക്കാറുള്ളത്. ഓളത് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ഓളത് ധരിക്കട്ടെ എന്ന് പറയുന്നവരല്ല. മറിച്ച് അത് പാടില്ല മക്കളെ എന്ന് പറയാൻ ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട സ്ഥാനം പോലും വാങ്ങിക്കൊടുക്കേണ്ടത് ഉമ്മാരെങ്ങളാ. ഒരു ഉപ്പാക്ക് കിട്ടേണ്ട സ്ഥാനല്ലേ, സമയം ഞാൻ നിർത്തുകട്ടോ, ഒരു ഉപ്പാക്ക് കിട്ടേണ്ട സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ട നിങ്ങളാ. ഞാൻ പറയാറുണ്ട്, ചില കുടുംബത്തിലൊക്കെ മക്കൾ സ്കൂളിൽ ഉമ്മ ഓണാഘോഷമുണ്ട്, കസവ് കാണും, മരങ്ങോട്ട് വാങ്ങിക്കൊടുക്കും. കുറ്റം പറയല്ലോ, ഞാൻ നാട്ടിലെ അവസ്ഥയും കൂടി കൂട്ടിയിട്ടാ പറയണത്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഇല കടർന്നത്, അല്ലെ അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ, പൈസ വേണം, ഉമ്മാരൊക്കെ പൈസ കൊടുക്കും. ചില മക്കൾ വാപ്പാനെ പേടിച്ചിട്ട് കൊടുക്കും,
വാപ്പനോട് ചോദിക്കണ്ടേന്ന് ചോദിക്കും, പപ്പനോടൊന്ന് പറയണ്ടേ. ചിലന്മാർ പറയും അതിനോട് പറയണ്ട, അതൊരു പൊട്ടനാ.